ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ക്രീമി പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കാരണം ഇതിൽ ചീസും പനീറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിപ്പിയാണ്. ഈ റെസിപ്പി തയ്യാറാക്കാൻ 10 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോസിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാൻ 2 കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കടായിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. പാസ്ത വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ വിരിഞ്ഞ് വരുന്ന പോലെ വേവിക്കരുത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വീറ്റിൻ്റെ പാസ്തയാണ്. ഇതേപോലെ ഉള്ള ഷേപ്പുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഈ ഷേപ്പുള്ള പാസ്ത എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ വൈറ്റ് സോസൊക്കെ പോയിട്ട് ഒരു ജ്യൂസി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ അണ്ണാരക്കുട്ടന്മാർ നല്ലപോലെ ബാക്കിൽ നിന്ന് വച്ചിട്ടുണ്ട്, കാരണം ഞാൻ ഉണ്ണിയപ്പം കൊടുത്തിട്ടില്ല. പാസ്ത തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കടായിലേക്ക് 50 ഗ്രാം എന്ന അളവിൻ്റെ പകുതിയാണ് ബട്ടർ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുക. ബട്ടറിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ എന്ന അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നുള്ളൂ. കുറച്ച് സ്പൈസി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതും ചെറുതായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാസ്ത നമുക്കൊരു പകുതി വേവായതിന് ശേഷം നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഒരേ സമയം കാണിച്ചു തരാണ്. നമുക്ക് ചൂടോടെ കഴിക്കേണ്ട റെസിപ്പിയാണ്, അതുകൊണ്ട് അതേപോലെ ചെയ്തെടുത്താൽ മതി. വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടി വെച്ച കടായിലേക്ക് 1 ഗ്ലാസ് എന്ന അളവിൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം എന്ന അളവിൽ പാസ്ത തന്നെ എടുത്തിരിക്കുന്നത്, അതിന് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് പനീർ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പനീറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നുള്ളൂ. നമ്മുടെ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് ഉപ്പിൻ്റെ അംശം കൂടും. പിന്നെ സ്ലൈസ് ചീസും അൺസാൾട്ടഡ് എടുക്കുക കേട്ടോ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇതിൽ പാൽ ഒഴിച്ചിട്ടുണ്ട്. പാൽ പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ പാസ്തയാണ്, ഹെൽത്തി പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.